നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒടുവിലിത അർജുൻ ആയങ്കി ജയിലറയ്ക്കുള്ളിൽ. അർജുൻ ആയങ്കിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കൂത്തുപറമ്പ് മജിസ്ട്രേറ്റ് യദു കൃഷ്ണയാണ് അർജുൻ ആയങ്കിയെ റിമാൻഡ് ചെയ്തത്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ ഭീഷണിപ്പെടുത്തിയെന്നാരോപിച്ച് DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് നൽകിയ പരാതിയിൽ കണ്ണൂർ സൈബർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് റിമാൻഡ്. തലശ്ശേരി സബ് ജയിലിലേക്ക് അർജുൻ ആയങ്കിയെ കൊണ്ടുപോയി. പോലീസിന് മുന്നിൽ പൂച്ചക്കുട്ടിയായി നിൽക്കുകയാണ് അർജുൻ ആയങ്കി. എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന് എണ്ണി വിശദീകരിച്ചു. സമൂഹ മാധ്യമങ്ങളിൽ തനിക്ക് വേണ്ടി പോസ്റ്റ് ഇട്ടത് സുഹൃത്ത് പ്രണവാണ് എന്ന് അർജുൻ ആയങ്കി. ഇന്നലെ കൊച്ചിയിൽ നിന്ന് കണ്ണൂരിലേക്ക് വരുമ്പോൾ പ്രണവും ഒപ്പമുണ്ടായിരുന്നു. എന്നാൽ തളിപ്പറമ്പിൽ നിന്നും പ്രണവ് മറ്റൊരിടത്തേക്ക് പോയി എന്നാണ് അർജുൻ ആയങ്കിയുടെ മൊഴി. അർജുൻ്റെ ഫോൺ പോലീസ് പിടിച്ചെടുത്തു. സമൂഹ മാധ്യമ പോസ്റ്റുകൾ ഈ ഫോണിൽ നിന്നാണോ എന്ന് പരിശോധിക്കുകയാണ് പോലീസ്. മറുവശത്ത് അർജുൻ ആയങ്കിയുടെ കൂട്ടാളികളെ വളഞ്ഞിട്ട് പിടിക്കുകയാണ് കേരള പോലീസ്. ജിതിൻ, സുഭാഷ് എന്നിവരിപ്പോൾ പിടിയിലായി. ഇവരെ വളപട്ടണം പോലീസാണ് പിടികൂടിയത്. ഊന്നുങ്കൽ SHOയും ഇപ്പോൾ കണ്ണൂരിലെത്തി. അർജുൻ ആയങ്കിയെ ഊന്നുങ്കൽ SHO രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിൽ പ്രത്യേക കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ്. കേരളം ഗുണ്ടകളുടെ നാടല്ലെന്നും സിസ്റ്റത്തെ വെല്ലുവിളിക്കുന്ന ഗുണ്ടകളുടെ അവസ്ഥ അർജുൻ ആയങ്കിക്ക് സമാനമാണെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഓർമ്മപ്പെടുത്തി. സമൂഹത്തിന് ഭീഷണിയാവുന്ന ഗുണ്ടകളെ പിടികൂടാൻ ഇപ്പോഴിതാ സ്പെഷ്യൽ ഡ്രൈവുമായി വീണ്ടും കേരള പോലീസ് കളത്തിലിറങ്ങി. കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന കാലത്ത് ആവിഷ്കരിച്ച ഓപ്പറേഷൻ ഗ്രിപ്പ് പദ്ധതി സംസ്ഥാന വ്യാപകമായി പുനരാരംഭിച്ചു. ക്രമസമാധാന ചുമതലയുള്ള ADGP P. വിജയൻ്റെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ ഗ്രിപ്പ് 2.0 എന്ന പദ്ധതിയാണ് ഇപ്പോൾ കേരളത്തിൽ തുടക്കമിട്ടിരിക്കുന്നത്. ആദ്യ ലക്ഷ്യം അർജുൻ ആയങ്കി. ഇന്ന് പുലർച്ചെ അർജുൻ ആയങ്കിയെ പിടികൂടി. അർജുനുമായി ബന്ധപ്പെട്ട 25 പേരെ കണ്ണൂർ, എറണാകുളം, തിരുവനന്തപുരം ജില്ലകളിൽ നിന്നും തുടർന്ന് പിടികൂടി. പിടികിട്ടാപ്പുള്ളികൾ, കാപ്പ കേസ് പ്രതികൾ, ജാമ്യത്തിലിറങ്ങിയതിനു ശേഷം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർ, ജാമ്യത്തിലിറങ്ങിയതിനു ശേഷം മുങ്ങിയവർ, കുറ്റവാളികളെ സ്പോൺസർ ചെയ്യുന്നവർ, ഇവരെ ലക്ഷ്യമിട്ടാണ് ഓപ്പറേഷൻ ഗ്രിപ്പ് 2.0. ലോക്കൽ പോലീസിൻ്റെ നേതൃത്വത്തിലായിരിക്കും തെരച്ചിലുകൾ. സൈബർ ഇൻ്റലിജൻസ് വിഭാഗങ്ങളുടെ പരിപൂർണ പിന്തുണ. ADGPയുടെ നേതൃത്വത്തിൽ പ്രത്യേക സെൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നു. പോലീസിനെ വെല്ലുവിളിച്ച് പരസ്യമായി രംഗത്തെത്തിയ അർജുൻ ആയങ്കിയെ 48 മണിക്കൂറുകൾക്കുള്ളിൽ പിടികൂടുക എന്ന പദ്ധതിയായിരുന്നു ADGP P. വിജയൻ തയ്യാറാക്കിയത്. ഇത് വിജയിച്ചതോടെ സംസ്ഥാനത്തെ ഗുണ്ടകളെ ഒന്നടങ്കം തൂക്കി അകത്തിടാനുള്ള നീക്കങ്ങൾ പോലീസ് തുടക്കമിട്ടു. സംസ്ഥാന വ്യാപകമായി 23 കേസുകളിൽ പ്രതിയാണ് അർജുൻ ആയങ്കി. കൊടും കൊട്ടേഷൻ അക്കമാണ് എന്ന് പോലീസ് വ്യക്തമാക്കുന്നു. അർജുൻ ആയങ്കിയുടെ കേസ് വിശദാംശങ്ങളും കൊട്ടേഷൻ ക്രിമിനലാണ് എന്നുറപ്പിക്കുന്ന തെളിവുകളും ചൂണ്ടിക്കാട്ടി കണ്ണൂർ ജില്ലാ കളക്ടർ P. വിഷ്ണുരാജിന് പോലീസ് ഉടൻ റിപ്പോർട്ട് നൽകും. കണ്ണൂരിലെ വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ മാത്രം ആയങ്കിക്കെതിരെ 12 കേസുകൾ. പുതിയ കേസുകൾ കൂടി ഉൾപ്പെടുമ്പോൾ ആകെ കേസുകളുടെ എണ്ണം 23. 2014 മുതൽ സജീവമായി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തിയാണ്. ഭൂരിഭാഗം കേസുകളിലും കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് എന്നും പോലീസ് വ്യക്തമാക്കുന്നു. കാപ്പ ചുമത്തുന്നതിനൊപ്പം ആയങ്കി പ്രതിയായ കേസുകളിൽ അതിവേഗ കുറ്റപത്രം സമർപ്പിക്കാനുള്ള നീക്കം പോലീസ് തുടക്കമിട്ടു. ജാമ്യം ലഭിക്കാതെ ജയിലറയ്ക്കുള്ളിലിടുക, അതിവേഗ കുറ്റപത്രം നൽകി വിചാരണയും നടത്തുക, ഇതിലൂടെ ശിക്ഷ ഉറപ്പാക്കി സ്ഥിരമായി ജയിലിലടയ്ക്കുകയാണ് പോലീസിൻ്റെ ലക്ഷ്യം. ഗുണ്ടകൾ സോഷ്യൽ മീഡിയ ദുരുപയോഗം ചെയ്യുന്നത് തന്നെയാണ് അവർക്കുള്ള പ്രധാന കുരുക്കായി മാറുന്നത് എന്ന് പോലീസ് ചൂണ്ടിക്കാട്ടുന്നു. ആയങ്കിയുടെ അക്കൗണ്ടുകളിൽ വന്ന പോസ്റ്റുകൾ ഇയാൾ തന്നെയാണോ അതോ മറ്റാരെങ്കിലുമാണോ പോസ്റ്റ് ചെയ്തത് എന്നതിലും വ്യക്തമായ അന്വേഷണം നടക്കുന്നു. എന്നാൽ ചില പോസ്റ്റുകൾ ആയങ്കി നേരിട്ട് തന്നെയാണ് ഇട്ടതെന്ന് പോലീസിന് ബോധ്യപ്പെട്ടിരിക്കുന്നു. മറുവശത്ത് ആയങ്കി ചില വീഡിയോകൾ ലൈവായി പോസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അർജുൻ ആയങ്കി ഒരു ചെറിയ മീനല്ല. കപ്പക്കടവിലെ സൈബർ പോരാളിയിൽ നിന്ന് ഒടുവിൽ സ്വർണം പൊട്ടിക്കൽ തലവനിലേക്ക് വളർന്നു വന്ന കേരളത്തിലെ ഒരു മാഫിയ തലവൻ. ഒരു വശത്ത് രാഷ്ട്രീയ ക്രിമിനൽ പശ്ചാത്തലം, മറുവശത്ത് സ്വർണ്ണക്കടത്ത്, കൊട്ടേഷൻ ബന്ധങ്ങൾ കൊണ്ട് കുപ്രസിദ്ധനായ അർജുൻ ആയങ്കി. കണ്ണൂർ ജില്ലയിലെ അഴീക്കോട് കപ്പക്കടവ് സ്വദേശിയാണ് അർജുൻ. CPMൻ്റെയും DYFIയുടെയും സജീവ പ്രവർത്തകൻ. അഴീക്കോട് കപ്പക്കടവ് യൂണിറ്റ് സെക്രട്ടറി ആയിരുന്ന ഇയാൾ പാർട്ടിക്ക് വലിയ സ്വാധീനമുള്ള കണ്ണൂരിലെ രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ മുൻനിരയിൽ, ഒപ്പം രാഷ്ട്രീയ നേതാക്കളുടെ ഏറ്റവും പ്രിയ ശിഷ്യനായി നിന്നു. സമൂഹ മാധ്യമങ്ങളിലൂടെ ഇയാൾ തൻ്റെ ജനപ്രീതി വർദ്ധിപ്പിച്ചു. പാർട്ടിയെയും നേതാക്കളെയും പ്രതിരോധിച്ച് എതിരാളികൾക്ക് നേരെ ഏറ്റവും ശക്തമായ ഭാഷയിൽ നിശ്ചിതമായ പരിഹാസങ്ങൾ ചൊരിഞ്ഞു. സൈബർ ആക്രമണങ്ങൾ നടത്താൻ പ്രത്യേക വൈദഗ്ധ്യം,
മാസ് ഡയലോഗുകളും സിനിമ ഡയലോഗുകളുമൊക്കെ തൻ്റെ സമൂഹമാധ്യമ പേജുകളിൽ ഇയാൾ പകർത്തി. ഇടതുപക്ഷത്തോട് പ്രത്യേകിച്ച് CPM-നോട് അടുത്ത് നിന്ന യുവാക്കളെ ഇയാൾ ആകർഷിച്ചു. രാഷ്ട്രീയ തണലിൽ വളർന്ന അർജുൻ ആയങ്കി ക്രമേണ ക്രിമിനൽ സംഘങ്ങളുമായി അടുത്ത ബന്ധം സ്ഥാപിച്ചു. കൊടിസുനിയുടെ ശിഷ്യനായി മാറി. സമൂഹമാധ്യമ ഇടപെടലുകൾ, പിന്നീട് പ്രമുഖ വ്യക്തികളെ ഭയപ്പെടുത്തി പണം വാങ്ങൽ, അതിന് പിന്നാലെയാണ് സ്വർണം കടത്ത്, സ്വർണം പൊട്ടിക്കൽ സംഘാംഗങ്ങളുമായുള്ള ഇയാളുടെ ബന്ധം. സ്വർണം നേരിട്ട് കടത്തുകയല്ല, പകരം വിദേശത്ത് നിന്ന് മറ്റ് സംഘങ്ങൾ കൊണ്ടുവരുന്ന സ്വർണം വിമാനത്താവളത്തിന് പുറത്തു വെച്ച് തട്ടിയെടുക്കുന്ന സ്വർണം പൊട്ടിക്കൽ ശൈലിയാണ് ഇയാൾ അവലംബിച്ചത്. മലബാറിലെ ഗുണ്ടാ ഭാഷയാണ് സ്വർണം പൊട്ടിക്കൽ. കണ്ണൂർ, കരിപ്പൂർ വിമാനത്താവളങ്ങൾ വഴി എത്തുന്ന കാരിയർമാരെ ഭയപ്പെടുത്തി സ്വർണം പൊട്ടിക്കൽ നിർബാധം തുടർന്നു. ഒരു വശത്ത് പാർട്ടിയുടെ കൊടിയും ചിഹ്നവും ഉപയോഗിച്ചുള്ള വാഹനങ്ങളിലാണ് ഇയാളുടെ യാത്ര. 2021 ജൂൺ 21 രാമനാട്ടുകര വാഹനാപകടം. ഇതാണ് കേരളത്തിലെ വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന വലിയൊരു സ്വർണ്ണ കവർച്ച ശൃംഖലയുടെ ചുരുളഴിയിച്ചത്. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ രാമനാട്ടുകര പുലിഞ്ചോട് വളവിൽ നടന്ന ഒരു അപകടം. കരിപ്പൂർ വിമാനത്താവള ഭാഗത്തു നിന്ന് വരികയായിരുന്ന ഒരു ജീപ്പ് എതിരെ വന്ന സിമന്റ് ലോറിയുമായി കൂട്ടിയിടിക്കുന്നു. ചേർപ്പുളശ്ശേരി സ്വദേശികളായ 5 യുവാക്കൾ സംഭവ സ്ഥലത്ത് വെച്ച് മരിച്ചു. ഇതേ ദിവസം പുലർച്ചെ കരിപ്പൂർ വിമാനത്താവളത്തിൽ മുഹമ്മദ് ഷഫീഖ് എന്ന മലപ്പുറം സ്വദേശിയായ കരിയറിൽ നിന്ന് കസ്റ്റംസ് 2.33 കിലോഗ്രാം സ്വർണം പിടികൂടി. പിടിയിലായ ഷഫീഖിനെ ചോദ്യം ചെയ്തപ്പോൾ വിമാനത്താവളത്തിന് പുറത്ത് തനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന കണ്ണൂർ സ്വദേശി അർജുൻ ആയങ്കിയെക്കുറിച്ചുള്ള വിവരം കസ്റ്റംസിന് ലഭിച്ചു. എന്നാൽ പോലീസ് അന്വേഷണത്തിൽ നടുക്കുന്ന ചില വിവരങ്ങളാണ് പുറത്തു വന്നത്. വിമാനത്താവളത്തിൽ നിന്ന് വരുന്ന സ്വർണം തട്ടിയെടുക്കാൻ ഒരേ സമയം 3 സംഘങ്ങൾ വിമാനത്താവളത്തിന് പുറത്ത് നിലയുറപ്പിച്ചിരിക്കുന്നു. സ്വർണം കടത്താൻ പണം മുടക്കിയ യഥാർത്ഥ ഉടമകളുടെ കൊടുവള്ളി സംഘം ഒരു വശത്ത്, കൊടുവള്ളി സംഘം തങ്ങൾക്ക് സുരക്ഷയൊരുക്കാൻ കൊണ്ടുവന്ന മറ്റൊരു സംഘവും അവർക്കൊപ്പം. എന്നാൽ ഇതേ സ്വർണം തട്ടിയെടുക്കാനായി ചെർപ്പുളശ്ശേരിയിൽ നിന്ന് വന്ന മറ്റൊരു സംഘം. കരിയറെ ഭീഷണിപ്പെടുത്തി സ്വർണം കടത്തുന്നയാളെ ഭയപ്പെടുത്തി സ്വർണം കവർച്ച ചെയ്യാൻ അർജുൻ ആയങ്കിയുടെ നേതൃത്വത്തിൽ മറ്റൊരു സംഘം കൂടി വിമാനത്താവളത്തിന് പുറത്ത് നിലയുറപ്പിച്ചിരിക്കുന്നു. ഷഫീഖ് സ്വർണവുമായി വിമാനത്താവളത്തിന് പുറത്തിറക്കാത്തതുകൊണ്ട് അർജുൻ ആയങ്കിയുടെ സംഘം മടങ്ങിപ്പോയി. എന്നാൽ കണ്ണൂർ സംഘം സ്വർണവുമായി കടന്നു കളഞ്ഞു എന്ന് തെറ്റിദ്ധരിച്ച ചെർപ്പുളശ്ശേരി സംഘം കണ്ണൂർ സംഘത്തെ പിന്തുടർന്നു. ഈ ജീവൻ മരണ മത്സരയോട്ടത്തിനിടയിലാണ് നിയന്ത്രണം വിട്ട ചെർപ്പുളശ്ശേരി സംഘത്തിന്റെ ജീപ്പ് ലോറിയിലേക്ക് ഇടിച്ചു കയറുന്നത്. തുടർന്ന് കസ്റ്റംസ് നടത്തിയ അന്വേഷണത്തിൽ സ്വർണം പൊട്ടിക്കൽ ലക്ഷ്യവുമായി അർജുൻ ആയങ്കിയും സംഘവും അവിടെ എത്തിയിരുന്നു എന്ന് സ്ഥിരീകരിച്ചു. കൊടിസുനി ഉൾപ്പെടെയുള്ള TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളുടെ പേരിലാണ് അർജുൻ ആയങ്കി വിമാനത്താവളത്തിന് പുറത്ത് പലപ്പോഴും വിലസിയത്. കരിയർമാരെ ഈ പേരുകൾ ഉപയോഗിച്ച് അർജുൻ ആയങ്കി വിരട്ടും. അന്ന് സ്വർണം പൊട്ടിക്കലിനായി അർജുൻ ഉപയോഗിച്ച ചുവന്ന സ്വിഫ്റ്റ് കാർ കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിന് സമീപം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ പിന്നീട് കണ്ടെത്തി. വാഹനത്തിൻ്റെ നമ്പർ പ്ലേറ്റുകൾ അഴിച്ചു മാറ്റിയ നിലയിൽ. ഒളിവിൽ പോയ അർജുനെ പിന്നീട് കസ്റ്റംസ് അറസ്റ്റ് ചെയ്തു. രാമനാട്ടുകര സംഭവം ഒറ്റപ്പെട്ട സംഭവമായിരുന്നില്ല. തുടർന്നും നിരവധി സ്വർണ്ണത്തട്ടിപ്പ് കേസുകളിൽ അർജുൻ ആയങ്കി പ്രതി ചേർക്കപ്പെട്ടു. പാലക്കാട് തമിഴ്നാട് അതിർത്തിയോട് ചേർന്നുള്ള മീനാക്ഷിപുരം സൂര്യപാറയിൽ തൃശൂർ പുതുക്കോട് സ്വദേശിയായ സ്വർണ്ണ വ്യാപാരി തമിഴ്നാട് മധുക്കരയിൽ നിന്ന് ബസ്സിൽ മടങ്ങി വരുന്നു. അപ്പോഴതാ അക്രമി സംഘം കാറിലെത്തി ബസ് തടഞ്ഞു നിർത്തി വ്യാപാരിയെ തട്ടിക്കൊണ്ടുപോയി. 75 പവൻ സ്വർണ്ണാഭരണങ്ങളും 23,000 രൂപയും മൊബൈൽ ഫോണും കവർന്ന ശേഷം വിജനമായ സ്ഥലത്ത് വ്യാപാരിയെ ഉപേക്ഷിച്ചു. ഈ കേസിൽ പ്രതിയാണ് അർജുൻ ആയങ്കി. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ അർജുനെയും കൂട്ടാളി മുഹമ്മദ് അനീസിനെയും 2023 ജൂലൈയിൽ പൂനെയിലെ സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്ന് മീനാക്ഷിപുരം പോലീസ് സംഘം അറസ്റ്റ് ചെയ്തു. എന്നാൽ അറസ്റ്റിലായി 125 ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിക്കുന്നതിൽ പോലീസ് വീഴ്ച കാട്ടി. തുടർന്ന് ഹൈക്കോടതി പ്രതിക്ക് സ്വാഭാവിക ജാമ്യം നൽകുന്നു. 2022 കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിലും മറ്റ് തട്ടിപ്പ് കേസുകളിലും അർജുൻ നിരന്തരം ഉൾപ്പെട്ടതിനെ തുടർന്ന് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ റിപ്പോർട്ട് പ്രകാരം കാപ്പ ചുമത്തി. തുടർന്ന് 6 മാസത്തേക്ക് ഇയാളെ കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് വിലക്കി. തനിക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന നാടുകടത്തൽ വിലക്കിനെതിരെ അർജുൻ ആയങ്കി കാപ്പ അഡ്വൈസറി ബോർഡിനെ സമീപിച്ചു. 2022 ജൂലൈയിൽ അഡ്വൈസറി ബോർഡ് ഈ കാപ്പ ഉത്തരവ് റദ്ദാക്കി.
അന്ന് ഭരിക്കുന്നത് പിണറായി വിജയൻ സർക്കാർ. സ്വർണ്ണക്കടത്ത് കസ്റ്റംസിന്റെ പരിധിയിൽ വരുന്നതാണെന്നും ഇത് കാപ്പ നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല എന്നുമാണ് ബോർഡ് നിരീക്ഷിച്ചത്. തുടർന്നും നിരവധി കേസുകൾ. ഒടുവിൽ 2026 മെയ് മാസം അർജുനായങ്കി കൂട്ടാളികളും കോതമംഗലത്തെത്തുന്നു. കൊച്ചി കേന്ദ്രീകരിച്ചാണ് അക്കാലത്ത് അർജുനായങ്കിയുടെ പ്രവർത്തന മേഖല. ക്രിമിനൽ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാൻ കോതമംഗലത്ത് ഒത്തുകൂടുന്നു അർജുനായങ്കിയും സംഘവും എന്ന രഹസ്യ വിവരം പോലീസിന് ലഭിക്കുന്നു. ഈ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കോതമംഗലം ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം അർജുനായങ്കിയും കൂട്ടാളികളെയും കസ്റ്റഡിയിലെടുത്തു. ഈ കേസിൽ 21 ദിവസ ജയിൽവാസത്തിന് ശേഷമാണ് ഇവർക്ക് ജാമ്യം ലഭിച്ചത്. ഈ കേസ് പോലീസ് കെട്ടിച്ചമച്ചതാണ് എന്ന് അന്നു മുതൽ അർജുനായങ്കി ആരോപിക്കുന്നു. ജാമ്യത്തിലിറങ്ങിയതിനു ശേഷം തന്നെ അറസ്റ്റ് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥനോട് പ്രതികാരം വീട്ടുമെന്നാണ് അർജുനായങ്കി പ്രഖ്യാപിച്ചത്. കോതമംഗലം ഇൻസ്പെക്ടറെ സമാധാനപരമായി പെൻഷൻ വാങ്ങി ശിഷ്ടകാലം ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് സമൂഹമാധ്യമ പോസ്റ്റിൽ ഇയാൾ കുറിച്ചിട്ടു. തുടർന്ന് കോതമംഗലം ഇൻസ്പെക്ടറെ ഭീഷണിപ്പെടുത്തിയ കേസിൽ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ. എന്നാൽ കോടതി ആ ജാമ്യാപേക്ഷ തള്ളിക്കളഞ്ഞു. ഇതോടെ ഒളിവിൽ പോയ ഇയാൾ ഊന്നുകൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് നേരെയും കടുത്ത അധിക്ഷേപം ചൊരിഞ്ഞു. ഒളിവിൽ കഴിഞ്ഞ് പോലീസിന് നേർക്ക് പ്രകോപനം സൃഷ്ടിക്കുകയും പോലീസ് ഉദ്യോഗസ്ഥരെ വെല്ലുവിളിക്കുകയും ചെയ്ത അർജുനായങ്കി നിരന്തരം പോലീസ് സേനയ്ക്കും ആഭ്യന്തര വകുപ്പിനും തലവേദന സൃഷ്ടിച്ചു. ഇതിനിടയിലാണ് മുഖ്യമന്ത്രിയെ അധിക്ഷേപിച്ച് പോസ്റ്റിടുകയും അതുവഴി സമൂഹ മാധ്യമത്തിൽ കലാപത്തിന് ആഹ്വാനം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തത്. അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഫോണിൽ സിം കാർഡ് ഉപയോഗിക്കാതെ കേവലം വൈഫൈ ഉപയോഗിച്ചായിരുന്നു ഇയാളുടെ ഇത്തരം നീക്കങ്ങൾ. ഇന്റർനെറ്റ് കോളുകളും സമൂഹ മാധ്യമ പോസ്റ്റുകളും നടത്തി ഇയാൾ പോലീസിനെ വെട്ടിലാക്കി. IP വിലാസം മറച്ചുവെക്കാനുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചു. പോലീസിന് ഇയാളുടെ കൃത്യമായ ഒളിത്താവളം കണ്ടെത്തുക പ്രയാസകരമായി മാറിയ ദിനങ്ങൾ. സ്വന്തം മകനെ ഒപ്പം നിർത്തി ലാളിക്കാൻ അവസരം നിഷേധിക്കപ്പെട്ടവന്റെ വേദന പകയാവും, പ്രതികാരമാകും എന്നായിരുന്നു ഒരു ഫേസ്ബുക്ക് കുറിപ്പിൽ ഇയാൾ കുറിച്ചത്. ഇതേ കാലഘട്ടത്തിൽ അർജുനായങ്കിക്കെതിരെ ഭാര്യ ഉന്നയിച്ച പീഡനാരോപണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി. താൻ ആത്മഹത്യ ചെയ്താൽ അതിന് പൂർണ്ണ ഉത്തരവാദി അർജുനാണെന്നും അവൻ്റെ കുടുംബമായിരിക്കുമെന്നും അമല ഫേസ്ബുക്ക് ലൈവിൽ വന്ന് മുന്നറിയിപ്പ് നൽകി. അർജുൻ്റെ ഭാര്യ അമലയുടെ ഈ ലൈവ് പോലീസ് പ്രത്യേകം ശ്രദ്ധിച്ചു. പ്രണയിക്കാതെ ഒരുവളെ കല്യാണം കഴിച്ചതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റ് എന്ന് അർജുനായങ്കി ഫേസ്ബുക്കിൽ കുറിപ്പിട്ടു. ചുരുക്കത്തിൽ ഭാര്യയെ, സമൂഹത്തെ, പോലീസിനെ, നിയമ സംവിധാനത്തെ, ഭരണാധികാരികളെ വെല്ലുവിളിക്കുന്ന ഒരു ഗുണ്ടയുടെ ശബ്ദം. അതും സമൂഹ മാധ്യമങ്ങളിൽ ചില ഫാൻസുകാരെ അണിനിരത്തി ഒരു സിസ്റ്റത്തെയാണ് അയാൾ വെല്ലുവിളിച്ചത്. അർജുനായങ്കിക്കെതിരായ കേസും തുടർ നടപടികളുമൊക്കെ മജിസ്ട്രേറ്റ് പരിശോധിച്ചു. എല്ലാറ്റിനുമൊടുവിൽ 14 ദിവസത്തേക്കാണ് ഇയാൾ റിമാൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇനി പുറം ലോകം കാട്ടില്ല എന്ന വാശിയിൽ കേരള പോലീസും. നെഞ്ചുവിരിച്ച് കേരള പോലീസും ആഭ്യന്തരമന്ത്രിയും കേരളത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ ഒന്നല്ല, കേരളത്തിൽ വിലസുന്ന ഓരോ ക്രിമിനലുകളും ഗുണ്ടകളും ഇനി അഴിക്കുള്ളിലാകുമെന്ന് ക്രമസമാധാന ചുമതലയുള്ള ADGP P. വിജയൻ പറയുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.